അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് അറിയോ? ഇന്ന് വീക്കെൻഡ് ആയതിനെ കൊണ്ട് തന്നെ നമുക്കൊരു പരിപാടി സൈബക്ക് ഒരു ആഗ്രഹം മാംഗോ ജ്യൂസ് കുടിക്കാന്നുണ്ട്. അപ്പൊ പിന്നെ അത് വീഡിയോ എടുക്കാൻ വിചാരിച്ചാൽ പിന്നെ തുടങ്ങല്ലേ. പടച്ചോൻ ഒരു കാര്യം മറന്നു കിട്ടോ, നമ്മുടെ കൂടെ സൈബ മാത്രല്ല ദാമും കൂടി ഉണ്ട് വീഡിയോയിൽ. നമ്മൾ മൂന്നാളും കൂടിയാണ് ഇന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെ ഗൈസ്, ഞാനും ഒന്ന് മലയാളിന്റെ കൂടെ ജ്യൂസ് ഉണ്ടാക്കാണ്ട്. നിങ്ങൾക്കൊക്കെ സുഖല്ലേ? എന്തൊക്കെയാണ് വർത്താനോ? കൊറേ ദിവസമല്ലോ നിങ്ങളൊക്കെ കണ്ടിട്ട്. എന്താ പരിപാടി? അങ്ങനെ നമ്മൾ ഷോപ്പിൽ പോയിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. അടിച്ചുപൊളി മാങ്ങട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ പാക്കറ്റ് പാലും ബോർഡും ഒരു മിക്സിന്റെ ജാറും എടുത്തിട്ടുണ്ട്. നമ്മൾ കട്ടിംഗ് ബോർഡ് 2 കറക്ക് ഇറക്കിയിട്ട് ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പോകട്ടെ. നമ്മൾ ആദ്യം മാങ്ങിന്റെ തൊലി കുനുകുനാ ചെത്തണല്ലോ. ചെത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു സത്യാവസ്ഥ മനസ്സിലായത്, നമുക്ക് മാങ്ങ ചെത്താൻ അറിയില്ല. അങ്ങനെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മൾ മാങ്ങ ഒക്കെ ചെത്തി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കി, എന്താ ടേസ്റ്റ് മോനെ. വീക്കെൻഡ് ആയിട്ട് നിങ്ങൾക്ക് എന്താ പരിപാടി എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഓൺലൈനായിട്ടുള്ള ദാമുതൊക്കെ കണ്ടുകാണ് കൂട്ടിൽ ഇങ്ങനെ ഇരിക്കും. മാങ്ങ എന്നിട്ട് പുറത്തിറക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കട്ടോ. ദാമു കുനുകുനാ അരിഞ്ഞു വെച്ച മാങ്ങ നമ്മൾ ജാറിലേക്ക് ഇട്ട് കണ്ട് ലേശം പാലും കൂടി ഒഴിച്ച് എടുത്തിട്ടുണ്ടല്ലോ. എന്ന് പറയുമ്പോ നമ്മളെ ജ്യൂസ് റെഡി ആയിട്ടുണ്ടാവും. കണ്ടില്ലേ, അടിപൊളി മാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കുടിച്ചു നോക്കിയാലോ. ഇതെന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിനി, ഞാൻ ഉണ്ടാക്കിയ തന്നെ. പക്ഷേ നമ്മൾ ഇത് ഉണ്ടാക്കിയത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ദാമുവിനും കൂടി വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കിയത്. അപ്പൊ ദാമുവിന് കൊടുത്തു നോക്കട്ടെ. ഇത് ദാമുവിന് ഇഷ്ടപ്പെട്ടില്ല. ദാമു ഇത് മൈൻഡ് പോലും ചെയ്യാതെ പോയിട്ടോ.